الله أكبر الله أكبر الله أكبر أكبر. أشهد أن لا إله إلا الله. أشهد أن لا إله إلا الله. أشهد أن محمدًا رسول الله. أشهد أن محمدًا رسول الله. حي على الصلاة. حي على الصلاة. حي على الفلاح. حي على الفلاح. الله أكبر الله أكبر. لا إله إلا الله. السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم.
بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين आज का खुतबा भी गुज़श्ता खुतबात के तसलसल में है। आज ഇന്നത്തെ ഖുത്ബയും കഴിഞ്ഞ ഖുത്ബകളുടെ തുടർച്ചയാണ്. माशरे के हकूक़ अदा करने, माशरे से फितना, സമൂഹത്തോടുള്ള കടമകൾ माशरे में നിറവേറ്റുന്നതിലേക്കും सलामती फैलाने, സമൂഹത്തിൽ നിന്ന് ഫിത്നയും കുഴപ്പവും ഇല്ലാതാക്കുന്നതിലേക്കും और अपने സൊസൈറ്റിയിൽ സമാധാനം സ്ഥാപിക്കുന്നതിലേക്കും के अहकामात के നീതി നടപ്പിൽ വരുത്തുന്നതിലേക്കും अपने अहदों को നമ്മുടെ മനസ്സിനെ അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് കീഴിൽ കൊണ്ടുവരുന്നതിലേക്കും या നമ്മുടെ പ്രതിജ്ഞകളെ നിറവേറ്റുന്നതിലേക്കും വെളിച്ചം വീശുന്ന രണ്ട് കൽപ്പനകളെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. बयान हुई है जिनका मैंने बयान किया अभी। ഇവയിൽ आज ഇത് സംബന്ധമായ ഇസ്ലാമിക പാഠങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. नाउज़ुबिल्लाह इसकी तालीम में सख्ती है, दहशतगर्द ഇസ്ലാമിക അധ്യാപനങ്ങളിൽ के अलावा കാഠിന്യം കൂടുതലാണെന്ന് പറഞ്ഞ് ഇക്കാലത്ത് ഇസ്ലാമിനെ വിമർശിക്കുന്നു. एक ഭീകരതയും കുഴപ്പവുമല്ലാതെ മറ്റൊന്നും അതിലില്ല എന്നവർ പറയുന്നു. इस्लाम കുറച്ചു ദിവസം മുമ്പ് होने का दिन ഒരു അമേരിക്കൻ എഴുത്തുകാരൻ ഇപ്രകാരം എഴുതി: ഇസ്ലാമിൽ और काफी ജുമുഅ ദിവസം കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന ദിവസമാണ്. നഊസുബില്ലാഹ്. उस अखबार या പലതും ഇസ്ലാമിനെതിരിൽ എഴുതുകയുണ്ടായി. ജമാഅത്ത് और इस्लाम के हुसूल ഇത് പ്രസിദ്ധീകരിച്ചവരുമായി ബന്ധപ്പെട്ടിരുന്നു. बड़ा अच्छा मजमून लिखा है। ഇസ്ലാമിന്റെ സൗന്ദര്യത്തെക്കുറിച്ച് നമ്മുടെ ഒരു യുവാവ് വളരെ നല്ല ലേഖനം എഴുതുകയുണ്ടായി. इस्लाम की जो അവരുമായി കൂടുതൽ ബന്ധം സ്ഥാപിക്കാൻ ഞാൻ പറഞ്ഞു. इस्लाम के जो मकासद हैं, ഇസ്ലാമിന്റെ जुम्मे के जो मकासद हैं, इसके बारे में മനോഹര അധ്യാപനങ്ങളും मैंने कहा है वहाँ ഇസ്ലാമിന്റെ ലക്ഷ്യങ്ങളും ജുമായുടെ ഉദ്ദേശ്യവും लोगों को पता എല്ലാം ഉൾക്കൊള്ളുന്ന ലേഖനം എഴുതി लगे ये जमात अहमदिया का പ്രസിദ്ധീകരിക്കാൻ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. എന്നാലേ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ. कि आशिक सादिक തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ना सिर्फ പ്രിയ പ്രേമിയുടെ नाम पर किए गए പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിച്ചുകൊണ്ട് दलाइल और ഇസ്ലാമിനെതിരിൽ പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ പ്രതിരോധിക്കുകയും വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ശത്രുവിന്റെ വായ അടപ്പിക്കുകയും ചെയ്യുക എന്നത് ഇന്ന് അഹ്മദിയ ജമാഅത്തിന്റെ കടമയാണ്. ऐसे इंसाफ पसंद ഇത് നമ്മുടെ ജോലിയാണ്. को भी खड़ा कर देता എന്നാൽ अल्लाहु സ്വയം ഇതിനുള്ള സംവിധാനം ഒരുക്കുന്നു. ചില സന്ദർഭങ്ങളിൽ നീതിബോധമുള്ള അമുസ്ലിം വ്യക്തികളെ ഇതിനായി അള്ളാഹു എഴുന്നേൽപ്പിക്കുന്നു. है। അവർ ईसाई हैं, प्रोफेसर ഇസ്ലാമിന്റെ ശ്രേഷ്ഠതയെ ലോകസമക്ഷം സമർപ്പിക്കുന്നു. डेली टेलीग्राफ में गुज़श्ता दिनों में പ്രൊഫസറും സ്കോളറുമായ ഒരു കത്തോലിക്കൻ ക്രിസ്ത്യാനി കഴിഞ്ഞ ദിവസം ഡെയിലി ടെലിഗ്രാഫിൽ ഒരു ലേഖനം പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അതിൽ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും പ്രശംസിക്കുകയുണ്ടായി. ഇത്തിസത്തിനെതിരിലും ഇവിടെയുള്ള സാമുദായിക പ്രസ്ഥാനങ്ങൾക്കെതിരിലും എഴുതുകയും ചെയ്തു. रवायात हैं, आला तालीमात हैं, इनको कायम रखने की कोशिश करनी चाहिए। മുസ്ലിങ്ങളുടെ
ഉന്നത മൂല്യങ്ങളെയും അധ്യാപനങ്ങളെയും मजहब നിലനിർത്താനായി നാം ശ്രമിക്കേണ്ടതാണെന്നും അദ്ദേഹം എഴുതുകയുണ്ടായി. लोग हैं जो खुदा ताला के वजूद से मुनकिर हैं। അള്ളാഹുവിന്റെ അസ്തിത്വത്തെ തന്നെ നിഷേധിക്കുന്നവരാണ് ഇക്കാലത്ത് മതത്തെയും ഇസ്ലാമിനെയും ആക്ഷേപിക്കുന്നവർ. हमारा है कि दीन ഞാൻ പറഞ്ഞതുപോലെ जरूरत മതത്തിന്റെ के वजूद को दुनिया ആവശ്യകതയെക്കുറിച്ച് क्योंकि एक हकीकी मुसलमान ही इस काम പറയേണ്ടതും सर अंजाम दे सकते। ജീവനുള്ള ദൈവത്തിന്റെ അസ്തിത്വം ലോകത്ത് തെളിയിച്ചു കാട്ടുക എന്നതും നമ്മുടെ കടമയാണ്. अहमदी ही കാരണം ഒരു യഥാർത്ഥ വിശ്വാസിക്ക് മാത്രമേ ഈ ജോലി ശരിക്കും ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കാലത്തിന്റെ ഇമാമുമായി ബന്ധപ്പെട്ടതിനാൽ അഹമ്മദികൾക്ക് മാത്രമേ ഇസ്ലാമിന്റെ യഥാർത്ഥ അധ്യാപനം മനസ്സിലാക്കാനും അതിനെ ലോകത്ത് പ്രചരിപ്പിക്കാനും കഴിയുകയുള്ളൂ. अहकामात ഇങ്ങനെയാണ് ആകേണ്ടതും. വിശുദ്ധ ഖുർആന്റെ അധ്യാപനത്തിന്റെയും उन दो अहकाम കൽപ്പനകളുടെയും അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുമ്പോൾ മാത്രമേ का उस फहरिस्त में जिक्र है നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. 152 और 153 में बयान हुई हैं। इनमें गुज़श्ता चंद സൂറ അൻആമിലെ 152, 153 ആയത്തുകളിൽ बातों में പറയപ്പെട്ട കൽപ്പനകളിൽ ഉൾപ്പെട്ട 2 കൽപ്പനകളെക്കുറിച്ചാണ് ഇന്ന് പറയുന്നതെന്ന് ഞാൻ നേരത്തെ പറയുകയുണ്ടായി. 2 ഖുത്ബകൾ ഇതിനു മുമ്പ് ഈ വിഷയവുമായിട്ട് ഞാൻ നൽകിയിട്ടുണ്ട്. वो लोग कान ഇന്ന് പറയാൻ പോകുന്നതിൽ ഒന്നാമത്തേത് നീതിയെക്കുറിച്ചും ന്യായത്തെക്കുറിച്ചുമാണ്. करो വൈസാ ഖുൽതും ഫഅദിലു വലൗ കാന സാ ഖുർബ എന്ന് അല്ലാഹു പറയുന്നു. ही करीबी हो നിങ്ങൾ സംസാരിക്കുമ്പോൾ നീതിയോടുകൂടി സംസാരിക്കുക. നിങ്ങൾ ആരെക്കുറിച്ചാണോ പറയുന്നത് അവർ എത്ര തന്നെ അടുത്ത ആളായാൽ ശരി, कुरान करीम में मुख्तलिफ जगहों पर നീതിയുടെ വിവിധ വശങ്ങളുണ്ട്. ഇത് സംബന്ധമായി വിശുദ്ധ ഖുർആനിൽ വിവിധ സ്ഥലങ്ങളിൽ വിശദമായ പരാമർശങ്ങൾ കാണാവുന്നതാണ്. उनके बारे में दी जानी है। अल्लाह ताला അടുത്ത ബന്ധുക്കൾക്ക് വേണ്ടി जान फरमाया നൽകാൻ പോകുന്ന സാക്ഷ്യത്തെക്കുറിച്ച് करीबी नहीं മറ്റൊരു സ്ഥലത്ത് അള്ളാഹു വിശദമായി പറയുന്നുണ്ട്. फरमाया है। അവിടെ और അടുത്ത ബന്ധുക്കളെക്കുറിച്ച് മാത്രമല്ല തന്നെക്കുറിച്ച് തന്നെ പറയേണ്ടി വന്നാലും सूरह निसा की आयत है മാതാപിതാക്കളെക്കുറിച്ചാണെങ്കിലും कि या अय्युहल्लज़ीना आमनू कूनू നീതിയോടുകൂടി പറയുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സൂറത്ത് നിസായിലെ 136 ആയത്തിൽ അള്ളാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവ്വാമീന ബിൽ ഖിസ്തി ശുഹദാഅ ലില്ലാഹി വലൗ അലാ അൻഫുസികും അബിൽ വാലിദൈനി വൽ അഖറബീൻ फला तत्तबिउ ഇൻ യകുൻ ഗനിയൻ ഔ ഫഖീറൻ അല്ലാഹു ഔലാ ബിഹിമാ काना बिमा तामलूना खबीर। ഫലാ തത്തബിഉൽ ഹവാ അൻ തഅദിലു വഇൻ തൽവു ഔ തുഅരിളു ഫഇന്നല്ലാഹ കാന ബിമാ തഅമലൂന ഖബീറ. कायम करने वाले बन जाओ, खा खुद अपने खिलाफ गवाही देने വിശ്വസിച്ചവരെ നിങ്ങൾ പരിപൂർണമായി നീതി പാലിക്കുന്നവരും അള്ളാഹുവിനു വേണ്ടി സാക്ഷ്യം വഹിക്കുന്നവരുമാകുവിൻ. അത് നിങ്ങൾക്ക് തന്നെയോ നിങ്ങളുടെ മാതാപിതാക്കൾക്കോ ബന്ധുക്കൾക്കോ എതിരായാൽ പോലും. न करो അയാൾ ധനികനോ ദരിദ്രനോ ആണെങ്കിൽ അള്ളാഹുവാണ് അവർ രണ്ടുപേരോടും കൂടുതൽ അവകാശപ്പെട്ടവൻ. അതിനാൽ നിങ്ങൾ സ്വേച്ഛകളെ പിൻപറ്റരുത്. നിങ്ങൾ നീതി പാലിക്കുന്നതിനു വേണ്ടിയാണിത്. നിങ്ങൾ സത്യം മറച്ചുവെക്കുകയോ അവ്യക്തമായ കാര്യങ്ങൾ പറയുകയോ ചെയ്താൽ ഓർക്കുക, അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് നല്ലവണ്ണം അറിവുള്ളവനാകുന്നു. पहली बात बयान हो गई कि तुम्हारी गवाहियां खालिसतन अल्लाह ഇവിടെ സാക്ഷികളെക്കുറിച്ച് रजा के ഒരടിസ്ഥാന കാര്യമാണ് വിവരിച്ചത്. അള്ളാഹുവിന്റെ പ്രീതി മാത്രം കാക്ഷിച്ചുകൊണ്ടായിരിക്കണം अल्लाह ताला के നിങ്ങൾ സാക്ഷി പറയേണ്ടത്. हज़रत मसीह मौऊद अलैहिस्सलाम एक जगह फरमाया അള്ളാഹുവിന്റെ കൽപ്പനകൾക്കു കീഴിലായിരിക്കണം. कि हक और इंसाफ पर कायम हो जाओ, ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം गवाही ഒരു സ്ഥലത്ത് പറയുന്നു, खुदा के लिए हो। സത്യത്തിലും നീതിയിലും നിലനിൽക്കുക. दुनिया में നിങ്ങളുടെ ഓരോ സാക്ഷ്യവും തന്നെ कायम करने അള്ളാഹുവിനു വേണ്ടിയായിരിക്കേണ്ടതാണ്. के लिए है। ലോകത്ത് रजा നീതിയും ന്യായവും സ്ഥാപിക്കാനുള്ള कभी ഒരേ ഒരു മാർഗം അള്ളാഹുവിന്റെ പ്രീതി മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുക എന്നതാണ്. ഇതല്ലാതെ ലോകത്ത് നിന്ന് गर्जों के അനീതിയും खत्म कर सके। ദേഹേച്ഛകളെയും हज़रत मसीह അവസാനിപ്പിക്കാനായി മറ്റൊരു മാർഗവുമില്ല. के तमाम ख़वा का बादशाह इंसाफ है। ഹദ്രത്ത് മസീം അലൈഹി സ്വലാത്തു വസ്സലാം
कुव्वत इंसान में മറ്റൊരു സ്ഥലത്ത് പറയുന്നു, तो फिर എല്ലാ ശക്തികളുടെയും രാജാവ് നീതിയാകുന്നു. ഈ ശക്തി മനുഷ്യനിൽ ഇല്ലെങ്കിൽ പിന്നെ എല്ലാം നഷ്ടമായി തീരുന്നതാണ്. उसकी खूबियों को നീതിയും ന്യായവും മനുഷ്യനിൽ ഉണ്ടാവുക എന്നത് तफसील बयान അവന്റെ ഗുണങ്ങളെ अगर इस पर अमल हो, പ്രകാശപൂരിതമാക്കുന്നതാണ്. इंसाफ कायम करने ഈ ആയത്തിൽ വിവരിച്ചതനുസരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ गवाही देने से भी गुरेज न करे, നീതി സ്ഥാപിക്കുന്നതിനായി के खिलाफ തനിക്കെതിരിൽ തന്നെ न करे, സത്യം പറയേണ്ടി വന്നാലും के खिलाफ भी गवाही മാതാപിതാക്കൾക്കെതിരിലും तो एक हसीन मुआशरा कायम हो जाता है। അടുത്ത ബന്ധുക്കൾക്കെതിരിലും സാക്ഷ്യം പറയേണ്ടി വന്നാലും അതിൽ നിന്നും മുഖം തിരിക്കാതെ പ്രവർത്തിക്കുകയാണെങ്കിൽ ഇത് മുഖേന മനോഹരമായ ഒരു സമൂഹം ऐसी सूरत में കെട്ടിപ്പടുക്കപ്പെടുന്നതാണ്. या खुद फ्रीकैन से ഇതിനു സമാനമായി നമുക്കൊരു ഉദാഹരണം या बाज സമർപ്പിക്കാൻ സാധ്യമായിരിക്കില്ല. ഇരു കക്ഷികൾക്കിടയിൽ പ്രശ്നമുണ്ടാകുമ്പോഴാണ് സാക്ഷിയുടെ ആവശ്യം നേരിടുന്നത്. ഇങ്ങനെയുള്ള അവസ്ഥയിൽ ഇരു കക്ഷികളോടും അവരുടെ കാര്യങ്ങൾ വിവരിക്കാൻ പറയുകയോ സാക്ഷികളെ സമർപ്പിക്കുകയോ ചെയ്യുന്നു. പ്രശ്നം എന്താണെന്ന് ഇത് മുഖേന വ്യക്തമാകുന്നതാണ്. गवाहियां ही തീരുമാനം കൽപ്പിക്കാനും നീതി സ്ഥാപിക്കാനും ഇത് എളുപ്പമായി തീരുന്നതാണ്. तोड़ मरोड़ कर नाजायज हक लेने के സാക്ഷ്യങ്ങൾ തന്നെ तो फिर കള്ളമാണെങ്കിൽ वाले का फैसला भी തങ്ങളുടെ കാര്യങ്ങൾ വളച്ചൊടിച്ച് അന്യായമായ അവകാശം നേടാനായി ശ്രമിക്കുകയാണെങ്കിൽ വിധി കൽപ്പിക്കുന്നവരുടെ വിധിയും बल्कि बहुत ज्यादा गलत भी हो सकता है। ഒരുപക്ഷെ और ऐसी सूरत में फिर ശരിയായിരിക്കണമെന്നില്ല, തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. वालों के सर है, फैसला करने वाले के सर। ഇങ്ങനെയുള്ള അവസരത്തിൽ बाज गवाह अपनी जाती फायदे के लिए ഇതിന്റെ പാപം സാക്ഷി പറയുന്നവർക്കാണ്, വിധി കൽപ്പിക്കുന്നവർക്കല്ല. ചില സാക്ഷ്യങ്ങൾ സ്വന്തം ആവശ്യത്തിനായിരിക്കില്ല, इदारे को തന്റെ ബന്ധുക്കളുടെ നേട്ടത്തിനായിരിക്കും पर डालने की കള്ളസാക്ഷ്യം പറയുക. വിധി കൽപ്പിക്കുന്ന സ്ഥാപനത്തെ फिर नतीजतन गुनाहगार बनते हैं। തെറ്റായ ദിശയിലൂടെ കൊണ്ടുപോകാൻ ശ്രമം നടത്തുന്നു. फरमाया कि अगर അങ്ങനെ बयान देकर തെറ്റുകാരായിത്തീരുന്നു. ऐसे भी गलत फैसला करवाता തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, है, मैं उसे ആരെങ്കിലും തെറ്റായ വിവരം നൽകിക്കൊണ്ട് എന്നോട് തെറ്റായ വിധി പുറപ്പെടുവിക്കുകയാണെങ്കിൽ झूठी गवाहियां देकर അവൻ തീയുടെ കഷണമാണ് കൂടെ കൊണ്ടുപോകുന്നത് എന്ന് മനസ്സിലാക്കുക. हकीकी मोमिन वही അതിൽ തീയുടെ കഷ്ണം ഞാൻ അവന് നൽകുന്നു എന്ന് മനസ്സിലാക്കുക. ചുരുക്കത്തിൽ തെറ്റായ വിവരം നൽകി കള്ളസാക്ഷ്യം പറഞ്ഞ് തീക്കണൽ കരസ്ഥമാക്കുന്നതിൽ നിന്നും ഓരോരുത്തരും രക്ഷപ്പെടേണ്ടതാണ്. ही मामलात के अहकामात ഇതിൽ നിന്നെല്ലാം में आगे पीछे आते രക്ഷപ്പെടുന്നവനാണ് യഥാർത്ഥ വിശ്വാസി. ഞാൻ ഓതിക്കേൾപ്പിച്ച സൂറത്തു നിസായിലെ വചനത്തിന്റെ മുമ്പ് കുടുംബ പ്രശ്നങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഭാര്യയോ ഭർത്താവോ അന്യായമായ അവകാശങ്ങൾ കരസ്ഥമാക്കാനായി ശ്രമിക്കുകയാണെങ്കിൽ इसी तरह तलाक की सूरत में, खुला की सूरत में मर्दी औरत के अजीज रिश्तेदार തലാഖ്, ഖുല്ല എന്നീ അവസ്ഥയിൽ പുരുഷന്റെയും സ്ത്രീയുടെയും ബന്ധുക്കൾ बाद नाजायज फायदे उठाने की कोशिश करते हैं, തെറ്റായ വിവരം നൽകി खून कर रहे होते हैं, അന്യായമായി അവകാശങ്ങൾ കരസ്ഥമാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ तो उठा लेते हैं। इससे അവർ നീതിയുടെ കഴുത്തിന് കത്തിവെക്കുകയാണ് ചെയ്യുന്നത്. ഇത് മുഖേന അവർ താൽക്കാലികമായ ഭൗതിക നേട്ടം കരസ്ഥമാക്കിയേക്കാം. എന്നാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അവർ തീക്കഷണമാണ് കൂടെ കൊണ്ടുപോകുന്നത്. अल्लाह ताला അത് ഖിയാമത്ത് നാളിൽ की फ्री के മോശമായ പര്യവസാനത്തിലേക്ക് ചെന്നെത്തിക്കുന്നതാണ്. अपनी ख्वाहिशात की पैरवी करके ഇരു കക്ഷികളും अदल से സാക്ഷികളും സ്വേച്ഛകളെ പിൻപറ്റിക്കൊണ്ട് ख्वाहिश നീതിയിൽ നിന്നും തുലം അകലുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് आता है സ്വേച്ഛകളെ പിൻപറ്റരുത്, നീതിയും ന്യായവും സ്ഥാപിക്കാനായി ശ്രമിക്കുക. मलूना खबीरा അള്ളാഹു തുടർന്ന് പറയുന്നു, बात की വൈൻ തൽവു ഔ തുരിളു ഫഇന്നല്ലാഹ കാന ബിമാ തഅമലൂന ഖബീറ. बस ये झूठी നിങ്ങൾ അവ്യക്തമായി കാര്യങ്ങൾ പറയുകയോ ഇതിൽ നിന്ന് മുഖം തിരിച്ചു കളയുകയോ ചെയ്താൽ നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം അറിയുന്നവനാണ് അള്ളാഹു എന്നറിയുക. കള്ളസാക്ഷ്യങ്ങളിലൂടെ തീരുമാനം എടുക്കുന്നവരെ വഞ്ചിക്കാൻ നമുക്ക് സാധിച്ചേക്കാം. ആരുടെ അടുത്താണോ ഈ പ്രശ്നമുള്ളത് लेकिन അവരെ വഞ്ചിക്കാൻ സാധിച്ചേക്കാം.
അദ്ദേഹത്തോട് തനിക്കനുകൂലമായും മറുകക്ഷിക്കെതിരിലും നീതിക്കും ന്യായത്തിനുമെതിരിലും തീരുമാനം എടുപ്പിക്കാൻ സാധിച്ചേക്കാം. എന്നാൽ എല്ലാം അറിയുന്ന അള്ളാഹുവിനെ നമുക്ക് വഞ്ചിക്കാൻ സാധ്യമല്ല. बात कहने തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകിച്ച് നിക്കാഹ് ഖുത്ബകളിൽ वो इसी നേരെ ചൊവ്വ കാര്യങ്ങൾ के रिश्ते तय करते वक्त भी സംസാരിക്കാനായി നിർദ്ദേശിച്ച വിശുദ്ധ ഖുർആന്റെ പാഠം പ്രത്യേകമായി കേൾപ്പിക്കാറുണ്ട്. അതിനുള്ള കാരണം ബന്ധം ഉറപ്പിക്കുമ്പോഴും പരസ്പരം ജീവിതം കഴിച്ചുകൂട്ടുമ്പോഴും വല്ല പ്രശ്നവും വന്നാൽ അപ്പോൾ से काम लो और इसको कभी ना छोड़ो. ഖൂലു ഖൗലൻ സദീദ, നേരെ ചൊവ്വ കാര്യങ്ങൾ സംസാരിക്കേണ്ടതാണ്. ഈ മാർഗം ये तुम्हें കൈവിടുമ്പോൾ दिल और इंसाफ से दूर ले ഇത് നിങ്ങളെ തഖ്വയിൽ നിന്നും അകറ്റുന്നതാണ്. फसाद ഇത് रिया और बायस बनेगा. നിങ്ങളെ നീതിയിൽ നിന്നും ന്യായത്തിൽ നിന്നും ദൂരെ അകറ്റുന്നതാണ്. ഇത് कज़ा में സമൂഹത്തിൽ കുഴപ്പത്തിന് കാരണമായി തീരുന്നതാണ്. तलाक के मामलात आते हैं तो बाद में खुद भी देख നമ്മുടെ ഖലായിൽ के इंसाफ पर ഖുൽഅയുടെയും और हकायक पर मबनी തലാഖിന്റെയും കേസുകൾ വരുമ്പോൾ ध्यान दिए जाते हैं, ना ही ചില പ്രശ്നങ്ങൾ ഞാൻ സ്വയം നോക്കാറുണ്ട്. നീതിയിലും യാഥാർത്ഥ്യത്തിലും അധിഷ്ഠിതമായ കാര്യങ്ങൾ പറയുകയോ സാക്ഷികൾ യഥാർത്ഥ സാക്ഷികൾ നൽകുകയോ ചെയ്യാറില്ല. के लिए ഇതേപോലെ तकवा से दूर ഇടപാടുകളിൽ ചിലർ താൽക്കാലിക നേട്ടത്തിനായി തഖ്വയിൽ നിന്നും അകന്നു നിന്നുകൊണ്ട് है തീക്കണൽ വാങ്ങുന്നവരായി മാറുന്നു. जायदाद का जिक्र है जो हजरत തീക്കഷണമാണ് അവർ കൊണ്ടുപോകുന്നത് എന്ന് പറയുന്ന ഹദീസിൽ രണ്ട് സഹോദരങ്ങളുടെ സ്വത്തിന്റെ കാര്യമാണ് പരാമർശിക്കുന്നത്. ഈ കേസ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിധത്തിൽ സമർപ്പിക്കപ്പെടുകയുണ്ടായി. അപ്പോൾ അവരോട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വാചാലതയോടെ സംസാരിച്ചുകൊണ്ട് എന്നോട് അവർ അനുകൂലമായി ആരെങ്കിലും हमारी और തീരുമാനം നേടുമ്പോൾ അവർ അഗ്നിയുടെ ഒരു ഭാഗമാണ് കരസ്ഥമാക്കുന്നത് എന്ന് ഓർക്കേണ്ടതാണ്. ഈ അഗ്നിയുടെ ഭാഗം ഖിയാമത്ത് നാളിൽ നിങ്ങളുടെ നാശത്തിന് കാരണമായി തീരുന്നതാണ്. ഇത് കേട്ടപ്പോൾ രണ്ട് സഹോദരന്മാർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് മാപ്പപേക്ഷിക്കുകയുണ്ടായി. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്കൊന്നും വേണ്ട, എന്റെ അവകാശം കൈവിട്ടുകൊണ്ട് മറുകക്ഷിക്ക് നൽകുക. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ അവകാശം ഉപേക്ഷിക്കുന്നതും ശരിയല്ല. നിങ്ങളുടെ അവകാശമാണെങ്കിൽ തീർച്ചയായും കൈവശമാക്കുക. തീരുമാനം കൽപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, ഇതിനുവേണ്ടി വ്യക്തമായ രേഖകൾ തെളിവായി ഹാജരാക്കുന്നില്ലെങ്കിൽ, ഇതിന് തെളിവായി ശരിയായ സാക്ഷികളുമില്ലെങ്കിൽ നറുക്കിടുക. ആർക്ക് എത്രയാണോ വരുന്നത് അത് ഓരോരുത്തരും സ്വീകരിക്കുക. പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള മാർഗങ്ങളാണിവ. ഒരു വിശ്വാസിയിൽ ഉണ്ടായിത്തീരേണ്ട തഖ്വയുടെ നിലവാരമാണിത്. നീതി നടപ്പിൽ വരുത്തുന്നതിന് തടസ്സമായി തീരുന്നവരോട് അള്ളാഹു കരുണ ചൊരിയുമാറാകട്ടെ. അവർക്ക് അള്ളാഹു ബുദ്ധി നൽകട്ടെ. सच्चाई पर मबनी गवाहियां हों, ഗാർഹിക പ്രശ്നങ്ങളാണെങ്കിലും ഇടപാടുകളിലാണെങ്കിലും സത്യസന്ധമായ സാക്ഷ്യങ്ങൾ നൽകുക. നീതി നടപ്പിൽ വരുത്തുന്നതിനുള്ള दुनिया में भी पेश कर सकता है. സാക്ഷ്യങ്ങൾ ആയിരിക്കേണ്ടതാണ്. जैसा कि मैंने कहा, कुरान करीम में ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ സമൂഹം സ്വർഗത്തിന്റെ മാതൃക ഈ ലോകത്ത് തന്നെ സമർപ്പിക്കുന്നതായി മാറും. ഞാൻ പറഞ്ഞതുപോലെ വിശുദ്ധ ഖുർആനിൽ നീതിയെക്കുറിച്ച് വിശദമായ പാഠങ്ങൾ കാണാവുന്നതാണ്. ഇത് സംബന്ധമായി ഒന്ന് രണ്ട് ആയത്തുകൾ കൂടി ഞാൻ കേൾപ്പിക്കാം. സൂറത്ത് നിസായിൽ അല്ലാഹു പറയുന്നു, ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തുവദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ വഇദാ ഹകംതും ബൈനൻ നാസി അൻ തഹ്കുമു ബിൽ അദ്ൽ ഇന്നല്ലാഹ നിഅമ്മാ യഅ്ളുകും ബിഹി ഇന്നല്ലാഹ കാന സമീഅൻ ബസീറാ. किया करो, और जब तुम लोगों के दरमियान അമാനത്തുകൾ അതിന്റെ इंसाफ के साथ അവകാശികളെ ഏൽപ്പിക്കാൻ അള്ളാഹു നിങ്ങളോട് ആജ്ഞാപിക്കുന്നു. अल्लाह तुम्हें नसीहत ജനങ്ങൾക്കിടയിൽ നിങ്ങൾ ഭരണം നടത്തുമ്പോൾ നീതിപൂർവം ഭരണം നടത്തുക. അള്ളാഹു നിങ്ങൾക്ക് ഉപദേശം നൽകുന്നത് ഏറ്റവും ഉത്തമമായതാണ്. അള്ളാഹു നല്ലതുപോലെ കേൾക്കുന്നവനും എല്ലാ കാര്യങ്ങളും ശരിക്കും നോക്കുന്നവനുമാണ്. इसमें पहली बात इस आयत में तो इमानतों को हकदारों के सुपुर्द करने की बयान ഈ വചനത്തിൽ ആദ്യമായി പറയുന്നത് बारे में कुछ अर्सा पहले मैं एक അമാനത്തുകളെ तफसीली खुतबा दे അതർഹിക്കുന്നവരെ ഏൽപ്പിക്കാനാണ്. साल ओहदेदार കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇത് സംബന്ധമായ വിശദമായ ഒരു ഖുത്ബ ഞാൻ നൽകിയിട്ടുണ്ടായിരുന്നു.
അതിൽ പറഞ്ഞിരുന്നത് ഈ വർഷം ജമാഅത്ത് ഭാരവാഹികളെ തെരഞ്ഞെടുക്കുന്ന വർഷമാണ്. അതിനാൽ വ്യക്തികളെ തിരഞ്ഞെടുക്കുമ്പോൾ വ്യക്തി താൽപര്യങ്ങൾ പരിഗണിക്കാതെ, കുടുംബ ബന്ധങ്ങളെ പരിഗണിക്കാതെ, നീതിയോടുകൂടി അമാനത്തിന്റെ കടമകൾ നിറവേറ്റിക്കൊണ്ട് തങ്ങളുടെ ജോലിയിൽ നീതി പാലിക്കും എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഭാരവാഹികളെ തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞിരുന്നു. ഏതായിരുന്നാലും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ചില സ്ഥലങ്ങളിൽ തിരഞ്ഞെടുക്കുന്നവർ അവരുടെ ദൃഷ്ടിയിൽ ഉത്തമരായിട്ടുള്ളവരെ തിരഞ്ഞെടുക്കുകയുണ്ടായി. ചില സ്ഥലങ്ങളിൽ ഞാൻ സ്വയം ചില മാറ്റങ്ങൾ വരുത്തുകയും ചെയ്തു. മശ്വറ നൽകുന്നവരുടെ മശ്വറ ഞാൻ അംഗീകരിച്ചില്ല. നല്ല പ്രവൃത്തി ചെയ്യുന്ന ആളായിരുന്നുവെങ്കിൽ അദ്ദേഹത്തെ തന്നെ നിലനിർത്തി. ഓരോരുത്തർക്കും പ്രവർത്തിക്കാനുള്ള കഴിവിന് ഒരു പരിധിയുണ്ട്. ആ പരിധി വരെ എത്തിക്കഴിഞ്ഞാൽ, അവന്റെ കഴിവുകൾ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് ആ വകുപ്പിൽ പുരോഗതി ഉണ്ടാവുകയില്ല. ഒരുപക്ഷെ ഒരു വകുപ്പിൽ നല്ലതുപോലെ പ്രവർത്തിക്കാൻ കഴിയാത്ത വ്യക്തിക്ക് മറ്റൊരു വകുപ്പ് നല്ലതുപോലെ പ്രവർത്തിക്കാൻ കഴിഞ്ഞേക്കാം. ഇത് കാരണമായും ചില മാറ്റങ്ങൾ വരുത്തുകയുണ്ടായി. ചിലർ കരുതുന്നത് ചിലരെ മാറ്റിയത് അവരോടുള്ള അനിഷ്ടം കാരണമാണെന്നാണ്. ഇവിടെ ഞാൻ ജമാഅത്തിന്റെ ഗുണമാണ് നോക്കിയത്. ജമാഅത്തിന് ഏറ്റവും ഗുണമുള്ളത് എവിടെയാണോ അവിടെ മാറ്റണം എന്നതാണ് നീതി പറയുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള വകുപ്പുകളിൽ മാറ്റമുണ്ടായി. ഹൃദയാവസ്ഥ അള്ളാഹുവിനാണ് അറിയുക. ബാഹ്യമായ അവസ്ഥ നോക്കിയാണ് നമുക്ക് അഭിപ്രായം പറയാനും തീരുമാനമെടുക്കാനും കഴിയുകയുള്ളൂ. എന്നാൽ ചില പ്രാദേശിക ജമാഅത്തുകളിലും ചില നാടുകളിലും ഇപ്പോഴും വ്യക്തി താൽപര്യങ്ങളെയും ബന്ധങ്ങളെയും പരിഗണിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പ് നടത്തിയിരിക്കുകയാണ്. അങ്ങനെയുള്ളവർക്ക് അള്ളാഹു ബുദ്ധി നൽകട്ടെ, അവരോട് കരുണ ചൊരിയട്ടെ. അവർ വ്യക്തി താൽപര്യങ്ങളെ നീതിക്ക് അതീതമായി കരുതുകയാണ്. ഏതായിരുന്നാലും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു. തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ തങ്ങളുടെ ബലഹീനതകളെ അള്ളാഹുവിന് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് അവനോട് മഗ്ഫിറത്തിനു വേണ്ടിയും സഹായത്തിനു വേണ്ടിയും അപേക്ഷിക്കുക. നീതിബോധത്തോടുകൂടി തങ്ങളുടെ ഉത്തരവാദിത്തം നിറവേറ്റുക. ഭാരവാഹിത്വം എന്നത് ഒരു സേവനമാണ്. അള്ളാഹുവിന്റെ ഒരു ഫളിലും ഒരു സമ്മാനവുമാണ്. അതിനെ ആദരിക്കേണ്ടതാണ്. ജമാഅത്ത് അംഗങ്ങളുമായുള്ള പെരുമാറ്റത്തിലും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലും അവരുടെ ശിക്ഷണ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നതിലും ജമാഅത്തിന്റെ ലക്ഷ്യങ്ങൾ കരസ്ഥമാക്കുന്നതിനുള്ള പ്രോഗ്രാം ഉണ്ടാക്കുന്നതിലും എല്ലാം നീതിബോധത്തോടുകൂടി പ്രവർത്തിക്കുക. കഠിന പ്രയത്നം ചെയ്യുക. നല്ലതുപോലെ പരിശ്രമിക്കുക. കാരണം തഹ്കുമു ബിൽ അദ്ല്, നീതിയോടുകൂടി ഭരണം നടത്തുക എന്ന കൽപ്പന നടപ്പിൽ വരുത്തണമെങ്കിൽ നമ്മുടെ സർവ കഴിവുകളും പ്രാപ്തിയും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ദീനീ സേവനത്തിന് ലഭിച്ചിരിക്കുന്ന ഈ അവസരം പ്രായോഗികവൽക്കരിക്കുമ്പോഴാണ് സാധിക്കുക. ഇതിൽ പ്രാദേശികാടിസ്ഥാനത്തിലും ദേശീയാടിസ്ഥാനത്തിലുമുള്ള എല്ലാ ഭാരവാഹികളും ഉൾപ്പെടുന്നതാണ്. അവരെല്ലാം ഇவ்வித കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. ജമാഅത്തിന്റെ ഗുണമാണ് മറ്റെല്ലാ വ്യക്തി താൽപര്യങ്ങളെക്കാളും മികച്ചു നിൽക്കേണ്ടത്. അള്ളാഹു പറയുന്നു, അവൻ എല്ലാം ശ്രദ്ധിക്കുന്നവനാണ്. നിങ്ങളുടെ ഓരോ നിമിഷത്തെയും പ്രവർത്തനം അവന് അറിയാൻ സാധിക്കും. അതെല്ലാം രേഖപ്പെടുത്തപ്പെടുന്നു. അതുകൊണ്ട് ദീനീ സേവനത്തിന് ലഭിച്ചിരിക്കുന്ന ഈ അവസരം ഒരു ദൈവിക വരദാനമായി കരുതി ഇനി മുതൽ പ്രവർത്തിക്കേണ്ടത് എല്ലാ തിരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികളുടെയും നിയമിക്കപ്പെട്ട ഭാരവാഹികളുടെയും കടമയാണ്. അള്ളാഹു ഭൗതിക ഭരണാധികാരികളോടും ചോദിക്കുന്നതാണ്, അവരോട് കണക്ക് ചോദിക്കുന്നതാണ്.
എന്നാൽ ആരെയെങ്കിലും അള്ളാഹുവിന്റെ നാമത്തിൽ ഏതെങ്കിലും പ്രവർത്തനത്തിനായി നിയമിച്ചു കഴിഞ്ഞാൽ അവർ തങ്ങളുടെ കടമകൾ ശരിയാവണ്ണം നിറവേറ്റുന്നില്ലെങ്കിൽ, बस हर एक को कोशिश करनी चाहिए कि इस्तिग़फ़ार നീതിബോധത്തോടുകൂടി തങ്ങളുടെ കടമകൾ നിറവേറ്റുന്നില്ലെങ്കിൽ അവർ ഭൗതിക ഭരണകർത്താക്കളെക്കാളും കൂടുതൽ ചോദിക്കപ്പെടുന്നതാണ്. അതിനാൽ ഓരോരുത്തരും ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ട്, അള്ളാഹുവിനോട് സഹായം തേടിക്കൊണ്ട്, വിനയം കാണിച്ചുകൊണ്ട് തങ്ങളുടെ ഉത്തരവാദിത്വം നിറവേറ്റാനായി ശ്രമിക്കുക. അള്ളാഹു എല്ലാ ഭാരവാഹികൾക്കും സേവനം ചെയ്യുന്ന എല്ലാവർക്കും ഇതിനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. ओहदेदारों के मामलात में इंसाफ के तकाजे पूरे करने के बाद ഗാർഹിക പ്രശ്നങ്ങളിലും വ്യാപാര പ്രശ്നങ്ങളിലും ഭാരവാഹികളുടെ പ്രശ്നങ്ങളിലും നീതി നടപ്പിൽ വരുത്തിയതിനു ശേഷം അടുത്തതായി നീതി പുലർത്തുന്നതിനെ കുറിച്ച് ഏതെല്ലാം കൽപ്പനകളാണ് ഇസ്ലാം നൽകുന്നത് എന്ന് നോക്കാം. इंसाफ അപ്പോൾ और अमन कायम करने की जमानत है। സമൂഹത്തിൽ മാത്രമല്ല ലോകം മുഴുവനും സമാധാനവും നീതിയും നടപ്പിൽ വരുത്തുന്നതിനു ഉതകുന്ന ഒരു കൽപ്പന നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അള്ളാഹു സൂറ മാഇദയിലെ 9-ാമത്തെ ആയത്തിൽ പറയുന്നു, യാ അയ്യുഹല്ലസീന ആമനൂ കൂനൂ ഖവ്വാമീന ശുഹദാ ലില്ലാഹി ബിൽ ഖിസ്ത് വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു ഇഅദിലു ഹുവ അഖ്റബു ലിത്തഖ്വാ വത്തഖുല്ലാഹ് ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. വിശ്വസിച്ചവരെ, നിങ്ങൾ നീതിക്ക് സാക്ഷ്യം വഹിക്കുന്നവരായി അള്ളാഹുവിനു വേണ്ടി നിലകൊള്ളുക. कि तुम इंसाफ ना करो। इंसाफ ഒരു സമുദായത്തോടുള്ള വിരോധം അവരോട് നീതി പാലിക്കാതിരിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ. നിങ്ങൾ നീതി പാലിക്കുക, അത് ദൈവഭക്തിയുമായി ഏറ്റവും അടുത്തതാണ്. നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുക, തീർച്ചയായും അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് സൂക്ഷ്മമായി അറിവുള്ളവനാണ്. ये कितनी खूबसूरत तालीम है। നോക്കുക, ലോകത്ത് നിന്ന് കുഴപ്പങ്ങൾ ഇല്ലാതാകുന്നതിനായുള്ള എത്ര മനോഹരമായ അധ്യാപനമാണിത്. ഇസ്ലാമിനെ ആക്ഷേപിക്കുന്നവർ ऐसी खूबसूरत അവരുടെ ഭൗതിക നിയമത്തിലോ अल्लाह ताला मोमिनों को फरमाता है, അവരുടെ ഏതെങ്കിലും മതപരമായ അധ്യാപനങ്ങളിലോ ഇത്രയും മനോഹരമായ അധ്യാപനം കാണിച്ചു തരികയില്ല. അള്ളാഹു വിശ്വാസികളോട് പറയുന്നു, കൂനു ഖവ്വാമീന ലില്ലാഹി എന്നതാണ്, അള്ളാഹുവിനായി നിലനിൽക്കുക എന്നത്. ഖവ്വാം എന്ന അറബി വാക്കിന്റെ അർത്ഥം തന്റെ ജോലി വളരെ ഭംഗിയായി യാതൊരു ന്യൂനതയുമില്ലാതെ സ്ഥിരചിത്തതയോടുകൂടി നിർവഹിക്കുക എന്നതാണ്. ഒരു യഥാർത്ഥ വിശ്വാസി അള്ളാഹുവിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. അതിൽ ഒരു കുറവ് വരുവാൻ അനുവദിക്കുകയില്ല, फरमाया അതിൽ അലസത പ്രകടിപ്പിക്കുകയുമില്ല, इंसाफ की ताईद में गवाही दे। വ്യക്തി താൽപര്യങ്ങളെ പിൻപറ്റുകയില്ല. इंसाफ വിശ്വാസിയുടെ പ്രവൃത്തി എന്നത് നീതിയോടുകൂടി സാക്ഷ്യം പറയുക എന്നതാണ്. इंसाफ നീതി എന്താണ് ആഗ്രഹിക്കുന്നത്? अपने साथ कारोबार करने वालों से इंसाफ करना, ഭാര്യയോടും കുടുംബത്തോടും अपने अफसरों और माते മാത്രം നീതി പാലിക്കുക എന്നതല്ല, തന്റെ കൂടെ ബിസിനസ് നടത്തുന്നവരോടും തന്റെ മേലുദ്യോഗസ്ഥനോടും കീഴുദ്യോഗസ്ഥനോടും बल्कि इंसाफ का माया നീതി നടപ്പിൽ വരുത്തുക എന്നത് മാത്രമല്ല, दुश्मनों के साथ इंसाफ करना रखा, क्योंकि हकीकत മറിച്ച് നീതിയുടെ അളവുകോൽ അള്ളാഹു പറയുന്നത് ശത്രുക്കളോട് നീതി പാലിക്കുക എന്നതാണ്. ശത്രുവിനോട് പോലും നീതിയോടും ന്യായത്തോടും കൂടി വർത്തിക്കുമ്പോഴാണ് യഥാർത്ഥ തഖ്വ സ്വായത്തമാകുന്നത്. तभी तबलीग के रास्ते खुलेंगे। ഒരു യഥാർത്ഥ വിശ്വാസി ആണെന്ന സ്ഥാനം അപ്പോഴാണ് കരസ്ഥമാകുക. തബ്ലീഗിനുള്ള വഴി തുറക്കപ്പെടുന്നതും അപ്പോഴായിരിക്കും. ഇസ്ലാമിന്റെ യഥാർത്ഥ അധ്യാപനം മറ്റുള്ളവർക്ക് വ്യക്തമാകുന്നതും അപ്പോഴായിരിക്കും. अगर तुम्हारे ഈ വചനത്തിന്റെ അവസാനത്തിലും അള്ളാഹു പറയുന്നത് നിങ്ങളുടെ ഓരോ പ്രവൃത്തിയും അള്ളാഹു കാണുന്നു എന്നുള്ളതാണ്. कवाम कहकर मुस्तकिल ഈ ഒരു സ്ഥാനം നിങ്ങൾ കരസ്ഥമാക്കിയിട്ടില്ലെങ്കിൽ തഖ്വയിൽ ചരിക്കുന്നവരാണെന്ന് നിങ്ങളെക്കുറിച്ച് പറയാൻ കഴിയില്ല. ഖവ്വാം എന്ന് പറഞ്ഞുകൊണ്ട് നീതിയിൽ എപ്പോഴും അടിയുറച്ചു നിൽക്കും എന്നാണ് അള്ളാഹു പറയുന്നത്. अदल के बारे में जो ഇത് സംബന്ധമായി ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, आया है, പൂർണമായും സത്യത്തിൽ അടിയുറച്ചു നിൽക്കാതെ നീതിയിൽ നിലനിൽക്കാൻ കഴിയില്ല എന്ന് അള്ളാഹു പറഞ്ഞത് ഇതാണ്, ലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു ഇഅദിലു വ അഖ്റബു ലിത്തഖ്വ
ശത്രുജനത്തോടുള്ള ശത്രുത പോലും നീതി നടപ്പിൽ വരുത്തുന്നതിന് നിങ്ങൾക്ക് തടസ്സമായി നിൽക്കരുത്. നീതിയിൽ അടിയുറച്ചു നിൽക്കുക, ഇതിലാണ് തഖ്വയുള്ളത്. അന്യായമായ രീതിയിൽ ഉപദ്രവിക്കുകയും കഷ്ടതകൾ നൽകുകയും രക്തം ചിന്തുകയും പുറത്താക്കുകയും കുട്ടികളെയും സ്ത്രീകളെയും വധിക്കുകയും ചെയ്യുന്ന സമൂഹം മക്കയിലെ നിഷേധികൾ ചെയ്തതുപോലെ, മാത്രമല്ല യുദ്ധത്തിൽ നിന്നും പിന്മാറാത്ത സമൂഹം, അങ്ങനെയുള്ളവരോട് നീതിയോടുകൂടി പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്ന് എന്തുമാത്രം പ്രയാസമുള്ള കാര്യമാണ്. എന്നാൽ വിശുദ്ധ ഖുർആൻ അങ്ങനെയുള്ള കഠിന ശത്രുക്കളുടെ അവകാശം പോലും നിലനിർത്തിയിരിക്കുകയാണ്. അവരോട് നീതിയോടും ന്യായത്തോടും കൂടി വർത്തിക്കാൻ ഉപദേശിക്കുകയും ചെയ്യുന്നു. इंजील में अगरचे लिखा है എന്നാൽ ഇതാരെയാണോ അഭിസംബോധന ചെയ്യുന്ന അയാളോട് പറയുകയാണ്, എന്നാൽ താങ്കൾ कौमों की दुश्मनी और जुल्म तुम्हें इंसाफ और सच्चाई से माने ना। വിദ്വേഷത്തിൽ നിറഞ്ഞിരിക്കുകയാണ്. मैं सच सच ഈ പരിപാവനമായ അധ്യാപനങ്ങൾ എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? ബൈബിളിൽ ശത്രുക്കളെ സ്നേഹിക്കാനായി എഴുതിയത് കാണാം. എന്നാൽ ശത്രു സമൂഹത്തോടുള്ള ശത്രുത നിങ്ങളെ നീതി നടപ്പിൽ വരുത്തുന്നതിന് തടസ്സമായി നിൽക്കരുത് എന്ന് എഴുതിയിട്ടില്ല. ശത്രുക്കളോട് സ്നേഹത്തോടെ ബന്ധപ്പെടുക എന്നത് എളുപ്പമുള്ള കാര്യമാണെന്ന് ശരി തന്നെ. എന്നാൽ ശത്രുക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക, പ്രശ്നങ്ങൾ വരുമ്പോൾ നീതിയെ കൈയൊഴിയാതിരിക്കുക എന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. ഇത് വീരപുരുഷന്മാരുടെ പ്രവൃത്തിയാണ്. പലരും തന്റെ കൂടെയുള്ള ശത്രുക്കളെ സ്നേഹിക്കുന്നു, മധുരമനോഹര വാക്കുകൾ അവരോട് പറയുന്നു, എന്നാൽ അവരുടെ അവകാശങ്ങൾ ധ്വംസിക്കുന്നു. ഒരു സഹോദരൻ മറ്റൊരു സഹോദരനെ സ്നേഹിക്കുന്നു, എന്നാൽ സ്നേഹത്തിന്റെ പേരിൽ വഞ്ചിച്ചുകൊണ്ട് അവന്റെ അവകാശങ്ങൾ നിഷേധിക്കുന്നു. ഉദാഹരണത്തിനായി ഭൂവുടമയാണെങ്കിൽ ചതിയിലൂടെ തന്റെ സഹോദരന്റെ പേര് സർക്കാർ രജിസ്റ്ററിൽ ചേർക്കുന്നില്ല, എന്നാൽ അവനോട് വല്ലാത്ത സ്നേഹം പ്രകടിപ്പിക്കുകയും അവന് വേണ്ടി എല്ലാം ത്യജിക്കാൻ തയ്യാറാകുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് അള്ളാഹു ഇവിടെ സ്നേഹത്തെക്കുറിച്ച് പറയാതിരുന്നത്, മറിച്ച് സ്നേഹത്തിന്റെ പദവി എത്രമാത്രമായിരിക്കണമെന്നാണ് പറയുന്നത്. സ്നേഹിക്കുക എന്ന് പറയാതെ സ്നേഹത്തിന്റെ ആ നിലവാരം എത്രയായിരിക്കണം എന്നാണ് പറഞ്ഞത്. പറയുന്നു, നീതി പുലർത്തുക. തന്റെ കൊടിയ ശത്രുവിനോട് നീതി പാലിക്കുന്നവർ സത്യത്തിൽ നിന്നും നീതിയിൽ നിന്നും മുഖം തിരിക്കുന്നില്ലെങ്കിൽ യഥാർത്ഥ അർത്ഥത്തിൽ സ്നേഹിക്കുന്നവരും അവരായിരിക്കും. इंसाफ के तकादे पूरे ചുരുക്കത്തിൽ ഈ ഒരു ഉന്നത സ്ഥാനമാണ് നാം കരസ്ഥമാക്കാനായി ശ്രമിക്കേണ്ടത്. तबकों के बारे में जो मैंने बातें की, നീതിയുടെയും ന്യായത്തിന്റെയും നിലവാരം സമൂഹത്തിലും രാജ്യത്തും നടപ്പിലാക്കാൻ കൽപ്പിച്ചതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അടുത്ത കൽപ്പന അള്ളാഹു നൽകുന്നത് വബി അഹദില്ലാഹി एक और खूबसूरत ഔഫു എന്നതാണ്. അള്ളാഹുവിനോട് ചെയ്തിരിക്കുന്ന കരാറുകളെ നിറവേറ്റുക. ഇസ്ലാമിന്റെ മറ്റൊരു മനോഹര അധ്യാപനത്തിലേക്കും അള്ളാഹുവിന്റെ ഒരു കൽപ്പനയിലേക്കുമാണ് ഇവിടെ വിരൽ ചൂണ്ടുന്നത്. दीनी खूबसूरती के लिए जरूरी എല്ലാ കൽപ്പനകളും അനുസരിച്ച് പ്രവർത്തിക്കുക എന്നത് മനുഷ്യന്റെ ഭൗതികവും ആത്മീയവുമായ സൗന്ദര്യത്തിന് അനുപേക്ഷണീയമാണ്. मुख्तलिफ मौके के लिहाज से വിവിധ സന്ദർഭങ്ങളിലേക്കായി അള്ളാഹു വിശുദ്ധ ഖുർആനിൽ വിവിധ കൽപ്പനകൾ നൽകിയപ്പോൾ ताला की रजा की खातिर ये काम होना കൂടെ പറഞ്ഞത് यहाँ ये हुक्म दिया എല്ലാ പ്രവർത്തനവും അള്ളാഹുവിന്റെ പ്രീതിക്കായി ചെയ്യണം. हमारे दिल इस നിങ്ങളുടെ ഹൃദയം ശുദ്ധമാക്കുമ്പോഴാണ് अमल जो करना है वो इस सोच के साथ ഇതെല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുക. कि हर हुक्म पर अमल की तरफ तवज्जो ഞാൻ ഓരോ പ്രവൃത്തിയും ചെയ്യുന്നതും करनी है। എന്റെ നാഥനോട് ഞാൻ ചെയ്തിരിക്കുന്ന ഓരോ കരാറും നിറവേറ്റുക എന്ന ഉദ്ദേശ്യത്തോടു കൂടിയാണ് എന്ന വികാരം ഹൃദയത്തിൽ ഉണ്ടായിരിക്കുമ്പോഴാണ് मोमिन का है ഇങ്ങനെ ചെയ്യാൻ സാധിക്കുക. वो अहद बैत है। ഒരു അഹ്മദി അള്ളാഹുവിനോട് ചെയ്യുന്ന ഏറ്റവും സുപ്രധാനമായ കരാർ तो खुद ब खुद तमाम अहकाम पर अमल ബൈഅത്തിന്റെ പ്രതിജ്ഞയാണ്. नेकियां करने की तरफ तो ഈ പ്രതിജ്ഞയുടെ യാഥാർത്ഥ്യം നാം മനസ്സിലാക്കുകയാണെങ്കിൽ मसीह अलैहिस्सलाम ने എല്ലാ കൽപ്പനകളും അനുസരിച്ച് പ്രവർത്തിക്കുന്നതിലേക്ക് നന്മ ചെയ്യുന്നതിലേക്കും ശ്രദ്ധയുണ്ടായിത്തീരുന്നതാണ്. ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ബൈഅത്തിന്റെ നിബന്ധനയിൽ വാങ്ങിയിരിക്കുന്ന പ്രതിജ്ഞ നാം ഇടയ്ക്കിടയ്ക്ക് ഒരു तमाम बुराइयों से पाक ആത്മപരിശോധന നടത്തുകയാണെങ്കിൽ, मुख्तसर में ഓർക്കുകയാണെങ്കിൽ അഹമ്മദിയ സമൂഹം തീർച്ചയായും പരിശുദ്ധ സമൂഹമായി തീരുന്നതാണ്. पहली बात ये കാരണം അவ்விதമുള്ള കാര്യങ്ങളാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. ബൈഅത്തിന്റെ നിബന്ധനകളിൽ मुख्तलिफ किस्में हैं നാം हो चुका है पहले बड़ी तफसील से എന്താണ് പ്രതിജ്ഞ എടുത്തിരിക്കുന്നത് എന്ന് ചുരുങ്ങിയ രീതിയിൽ ഞാൻ പറയാം. मैं शुरू के खुद ഒന്നാമത്തെ കാര്യം ജീവിതാന്ത്യം വരെ ശിർക്ക് ചെയ്യില്ല എന്നതാണ്.
ശിർക്കിന്റെ വിവിധ വശങ്ങളുണ്ട്. അതിനെക്കുറിച്ച് നേരത്തെ റമളാൻ മാസത്തിലെ പ്രാരംഭ ഖുത്ബയിൽ ഞാൻ വിശദീകരിച്ച് ചർച്ച ചെയ്തിരുന്നു. इनमें भी രണ്ടാമത്തെ കാര്യം കളവ്, വ്യഭിചാരം, ദുർനോട്ടം, നീചകൃത്യങ്ങൾ, വിശ്വാസവഞ്ചന, നിഷിദ്ധ കാര്യങ്ങൾ, രാജ്യദ്രോഹം, കുഴപ്പമുണ്ടാക്കൽ എന്നിവയിൽ നിന്നെല്ലാം വിട്ടുനിൽക്കുന്നതാണ് എന്നതാണ്. ഇവയും നീചകൃത്യങ്ങൾ എന്ന കാര്യം പറഞ്ഞപ്പോൾ വിശദീകരിക്കുകയുണ്ടായി. ഒരിക്കലും ഇവയെ തങ്ങളെ കീഴ്പ്പെടുത്താൻ അനുവദിക്കരുത്. അടുത്തത് നമസ്കാരം കൃത്യമായി അനുഷ്ഠിക്കൽ, സ്വലാത്ത് ചെല്ലൽ, ഇസ്തിഗ്ഫാറിൽ ഊന്നൽ നൽകൽ, അതിൽ സ്ഥിരചിത്തത കാണിക്കൽ എന്നിവയാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ ഓർക്കുകയും उन पर तो अल्लाह ताला ने അവനെ സ്തുതിക്കുകയും ചെയ്യുക. ഇവിടെ വന്നിരിക്കുന്ന പലരും माली तौर पर പാകിസ്ഥാനിലുള്ള മോശമായ സാഹചര്യത്തിന്റെ പേരിലാണ് വന്നത്. അവരോട് അള്ളാഹു വലിയ ഔദാര്യമാണ് ചെയ്തത്. സ്വാതന്ത്ര്യം നൽകി, സാമ്പത്തികമായിട്ട് വളരെ നല്ല അവസ്ഥ നൽകി. ഇതിൽ ഒരു തരത്തിലുമുള്ള അഹങ്കാരവും പൊങ്ങച്ചവും കാണിക്കാതെ അള്ളാഹുവിനെ സ്തുതിക്കുകയാണ് ചെയ്യേണ്ടത്. അവന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവരായി തീരുകയാണ് വേണ്ടത്. ആർക്കും ഒരു രീതിയിലുമുള്ള പ്രയാസം നൽകരുത്. അള്ളാഹുവിനോട് കൂറ് പുലർത്തുക. और अगर ഒരിക്കലും പരാതിപ്പെടാൻ പാടില്ല. ബയ്യത്തിന്റെ നിബന്ധനകളിലുള്ളതാണ്. അള്ളാഹു അനുഗ്രഹം നൽകുമ്പോൾ दुनिया की रसूम से अपने आप को आजाद कर അവന് നന്ദിയുള്ളവനായി തീരേണ്ടതാണ്. ഇനി പരീക്ഷണങ്ങളിലൂടെയാണ് കടന്നു പോകേണ്ടി വരുന്നതെങ്കിൽ അപ്പോഴും ഒരു പരാതിയും ഉണ്ടാകാൻ പാടില്ല. ലോകത്തുള്ള അനാചാരങ്ങളിൽ നിന്നും സ്വതന്ത്രനായിക്കൊണ്ട് നാനാതരം ദേഹേച്ഛകളിൽ നിന്നും സ്വയം രക്ഷപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന്റെയും അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും കൽപ്പനകൾ അനുസരിച്ച് പ്രവർത്തിക്കുന്നതാണ്. അഹങ്കാരവും പൊങ്ങച്ചവും ഉപേക്ഷിച്ചുകൊണ്ട് വിനയം സ്വീകരിക്കുക. माल और औलाद से बढ़कर अजीज रखना, ഇസ്ലാമിന്റെ അഭിമാനം തന്റെ ജീവനേക്കാളും ധനത്തെക്കാളും മക്കളെക്കാളും പ്രിയപ്പെട്ടതായി കരുതുക. खिदमत खल्क का സൃഷ്ടികളോടും മാനവ സമൂഹത്തോടും സഹാനുഭൂതി പ്രകടിപ്പിച്ചുകൊണ്ട് തന്റെ സർവ്വവിധ കഴിവുകളും അവരുടെ സേവനത്തിനായി സമർപ്പിക്കുക. तो इस्लाम से ഖിദ്മത്തെ ഖൽക്ക്, സൃഷ്ടി സേവനത്തിനുള്ള ആവേശം വളരെ കൂടുതലായിരിക്കേണ്ടതാണ്. मूली नमूना का ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനോടുള്ള സ്നേഹത്തിലും അനുസരണത്തിലും इसके मुकाबले पर अहमियत न देना। അനിതര സാധാരണമായ മാതൃക പ്രകടിപ്പിക്കുക. हमने अहमियत में दाखिल മറ്റൊന്നിനും ഈ സ്ഥാനം നൽകാതിരിക്കുക. की जरूरत है कि किस हद ചുരുക്കത്തിൽ हम इस अहद को पूरा करें। അഹമ്മദിയത്തിൽ പ്രവേശിക്കുമ്പോൾ रमजान में बहुत നാം ചെയ്തിരിക്കുന്ന കരാറാണിത്. ഈ കരാറിനെ നാം എത്രമാത്രം നിറവേറ്റുന്നുണ്ട് എന്ന് ഒരു ആത്മപരിശോധന നടത്തേണ്ടിയിരിക്കുന്നു. റമദാനിൽ പല നന്മകളും ചെയ്യാനുള്ള അവസരം ലഭിക്കുന്നു. सारा साल हमें लेते रहना चाहिए। इस नेकियों की तरफ जो അതുകൊണ്ട് ഇന്ന് അവസാന ദിവസമാണ്. മാത്രമല്ല വർഷം മുഴുവനും നാം ഒരു ആത്മപരിശോധന നടത്തേണ്ടിയിരിക്കുന്നു. हद तक हम अल्लाह ताला से अहद वफा को निभा रहे हैं। നമുക്ക് ചെയ്യാൻ കഴിഞ്ഞ നന്മകൾ നമുക്ക് നിലനിർത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നും करोगे ബൈഅത്തിന്റെ പ്രതിജ്ഞ എത്രമാത്രം നിറവേറ്റി എന്നും പരിശോധിക്കേണ്ടതാണ്. जिसका तुम सोच भी नहीं सकते। इस अहद पर अहद करो और उस पर अमल करो। അള്ളാഹുവിനോട് फिर अल्लाह ताला കൂറ് പുലർത്തുമെന്ന് പറഞ്ഞത് നാം നിറവേറ്റുന്നുണ്ടോ എന്ന് നോക്കണം. അള്ളാഹു പറയുന്നു, ഈ പ്രതിജ്ഞ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ മഹത്തായ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്തത്ര പ്രതിഫലം ലഭിക്കുന്നതാണ്. ഈ പ്രതിജ്ഞ ചെയ്ത് പ്രവർത്തിക്കുക. उन मुत्तकियों में शामिल करेगा। അള്ളാഹുവിനോട് ചെയ്തിരിക്കുന്ന പ്രതിജ്ഞകളെ നിങ്ങൾ നിറവേറ്റുകയാണെങ്കിൽ അള്ളാഹു നിങ്ങളുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുകയും നാനാതരം മാലിന്യങ്ങളിൽ നിന്നും ശുദ്ധമാക്കി അവന്റെ സാമീപ്യം കരസ്ഥമാക്കിയ മുത്തക്കീങ്ങളിൽ അവൻ നിങ്ങളെ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നതാണ്. അവരെ അള്ളാഹു സ്നേഹിക്കുന്നു. പ്രതിജ്ഞകൾ പാലിച്ചിട്ടില്ലെങ്കിൽ അനുഗ്രഹങ്ങൾ ലഭിക്കില്ല എന്ന് മാത്രമല്ല, മറിച്ച് നിങ്ങളോട് നിങ്ങളുടെ പ്രതിജ്ഞകളെക്കുറിച്ച് ചോദിക്കുന്നതാണ്. अहद किए गए हैं उनको भी पूरा ना कर ഇതിൽ എല്ലാ പ്രതിജ്ഞകളും ഉൾപ്പെട്ടിട്ടുണ്ട്. അള്ളാഹുവിനോട് ചെയ്തിരിക്കുന്ന കരാറുകളെ പൂർത്തിയാക്കിയിട്ടില്ലെങ്കിലും ചോദിക്കപ്പെടുന്നതാണ്. हो अहद इसे भी अगर पूरा नहीं करोगे വിശുദ്ധ ഖുർആന്റെ അടിസ്ഥാനത്തിൽ സൃഷ്ടികളോട് ചെയ്തിരിക്കുന്ന കരാറുകളെക്കുറിച്ചും പ്രതിജ്ഞകളെക്കുറിച്ചും അത് പൂർത്തിയാക്കിയിട്ടില്ലെങ്കിൽ അള്ളാഹു ചോദിക്കുന്നതാണ്. अल्लाह ताला ने इनको संभालने की जिम्मेदारी ഉദാഹരണമായി കഴിഞ്ഞ ഖുത്ബയിൽ അനാഥരുടെ സംരക്ഷണത്തെക്കുറിച്ച് പറയുകയുണ്ടായി. तुम इस जिम्मेदारी को नहीं निभा रहे
അവരുടെ സംരക്ഷണം जिसके बारे में खुदा ताला ഏറ്റെടുക്കുന്നതിനെക്കുറിച്ചും അതൊരു കരാറാണ് എന്നും പറയുകയുണ്ടായി. നിങ്ങൾ ഈ ഉത്തരവാദിത്തത്തെ നിറവേറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ കരാറ് ലംഘനമാണ് ചെയ്യുന്നത്. अपनी हुकूमत कारोबार को सही तरह नहीं ഇത് സംബന്ധമായി അള്ളാഹു നാളെ ചോദിക്കുന്നതാണ്. ഇതേപോലെ ഭരണാധികാരികൾ അവർ തങ്ങളുടെ ഭരണചക്രം ശരിയാവണ്ണം ചലിപ്പിക്കുന്നില്ലെങ്കിൽ അവരും ചോദിക്കപ്പെടുന്നതാണ്. പൊതുജനങ്ങളുടെ അവകാശം നൽകുന്നില്ലെങ്കിൽ അവരും ചോദിക്കപ്പെടുന്നതാണ്. उनका यही हाल है कि ना वो ദൗർഭാഗ്യമെന്ന് പറയട്ടെ, മുസ്ലിം നാടുകളിലുള്ള फराइज നേതാക്കന്മാരുടെ പൊതു അവസ്ഥ ഇതാണ്. അവർ തങ്ങളുടെ കടമകൾ अवाम के हुकूक अदा कर रहे हैं നീതിപൂർവം നിർവഹിക്കുകയോ और बेखौफ बैठे ജനങ്ങളുടെ नहीं जाएंगे. अल्लाह ताला फरमाता അവകാശങ്ങൾ നൽകുകയോ ചെയ്യുന്നില്ല. അള്ളാഹു ചോദിക്കില്ല എന്ന് കരുതി നിർഭയരായിരിക്കുകയാണ്. है कि वो इंसाफ से काम लें. वो भी अगर अपना हक अदा नहीं कर रहे हैं അള്ളാഹു പറയുന്നു, തീർച്ചയായും നിങ്ങൾ ചോദിക്കപ്പെടുന്നതാണ്. आज के काम के लिए ഭാരവാഹികളെക്കുറിച്ച് നേരത്തെ പറഞ്ഞതാണ്. അവർ നീതിയോടുകൂടി പെരുമാറുക. അവർ അവരുടെ കടമ നിറവേറ്റുന്നില്ലെങ്കിൽ, ജമാഅത്ത് പ്രവർത്തനത്തിനായി ആവശ്യമായ സമയം നൽകുന്നില്ലെങ്കിൽ, ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നില്ലെങ്കിൽ, ജമാഅത്ത് തങ്ങളുടെ പ്രശ്നങ്ങൾ നീതിക്ക് മുൻതൂക്കം നൽകിക്കൊണ്ട് പരിഹരിക്കാൻ ശ്രമിക്കുന്നില്ലെങ്കിൽ അവരും അള്ളാഹുവിന് മുമ്പിൽ മറുപടി പറയേണ്ടതായി വരും. ഒരു സാധാരണ അഹമ്മദി ഏതെല്ലാം പ്രതിജ്ഞകളാണ്, കടമകളാണ് നിറവേറ്റേണ്ടത് എന്നതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ്. ബയ്യത്തിൽ പറയപ്പെട്ട കാര്യങ്ങൾ നിറവേറ്റുന്നില്ലെങ്കിൽ അള്ളാഹുവിന് മുമ്പിൽ മറുപടി പറയേണ്ടതായി വരുന്നതാണ്. अहद है जिसकी तरफ मैं तवज्जो दिलाना चाहता हूँ. जो हर मुल्क का शहरी खुदा को गवाह बनाकर या कुरान को गवाह बनाकर मुल्क से कर रहा होता है. या अगर മറ്റൊരു സുപ്രധാന കരാറിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഓരോ നാട്ടിലെ പൗരന്മാരും അള്ളാഹുവിനെ സാക്ഷിയാക്കിക്കൊണ്ട്, വിശുദ്ധ ഖുർആനെ സാക്ഷിയാക്കിക്കൊണ്ട് ചില സന്ദർഭങ്ങളിൽ രാജ്യത്തിന്റെ രാജാവിന്റെ പേരിൽ പ്രതിജ്ഞ എടുക്കുന്നു. രാജാവിന്റെ और ना पूरा करना പേരിലാണെങ്കിലും പ്രതിജ്ഞ നിറവേറ്റേണ്ടത് തന്നെയാണ്. അത് പൂർത്തിയാക്കേണ്ടത് ഒരു മുസ്ലിമിന് നിർബന്ധമാണ്. പൂർത്തിയാക്കാതിരിക്കുക എന്നത് വിശ്വാസത്തിലുള്ള കുറവാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ദേശസ്നേഹം വിശ്വാസത്തിന്റെ ഭാഗമാണ്. बाज जगह ഇതിന്റെ സൂക്ഷ്മവശങ്ങളിലെ कारोबार करते കുറിച്ചും അഹമ്മദികൾ ശ്രദ്ധിക്കേണ്ടതാണ്. तो उसे कम तनख्वाह देते हैं या कम तनख्वाह जाहिर करते हैं. ചിലർ ചില സ്ഥലങ്ങളിൽ തങ്ങളുടെ വ്യവസായം നടത്തുമ്പോൾ അതിലുള്ള തൊഴിലാളികൾക്ക് ശമ്പളം കുറച്ചു നൽകുകയും അല്ലെങ്കിൽ ശമ്പളം കുറച്ച് കാണിക്കുകയും ബാക്കിയുള്ള ബെനിഫിറ്റ് കൌൺസിലിനോട് ആവശ്യപ്പെടാൻ പറയുകയും ചെയ്യുന്നു എന്ന വിവരം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അവർ തൊഴിലാളികളോട് പറയുന്നത്, ഞങ്ങൾ നിങ്ങളുടെ ഗുണത്തിനായിട്ടാണ് ഇത് പറയുന്നത്. എന്നാൽ യാഥാർത്ഥ്യം എന്താണ്? സ്വയം കളവ് പറയുന്നതോടൊപ്പം മറ്റുള്ളവരെയും കളവ് പറയാൻ നിർബന്ധിക്കുകയാണ് ചെയ്യുന്നത്. സ്വയം കരാറ് ലംഘനം നടത്തുന്നു. करते हैं उस पर टैक्स भी बचाते हैं. അവരെയും കരാറ് ലംഘനത്തിന് പ്രേരിപ്പിക്കുന്നു. സത്യത്തിൽ ഇവർ തങ്ങളുടെ നേട്ടമാണ് കൊയ്യുന്നത്. ഇങ്ങനെ സമ്പാദിക്കുന്ന ധനത്തിന് ടാക്സും നൽകുന്നില്ല. ഇത് മുഖേന ഗവൺമെന്റിന് നഷ്ടം വരുന്നു. ഭരണകൂടത്തോട് ചെയ്തിരിക്കുന്ന കരാറ് ലംഘനമാണിത്. कौंसिल से उनके തൊഴിലാളികൾക്ക് കുറഞ്ഞ വേതനം നൽകുകയും അല്ലെങ്കിൽ ജോലിക്കനുഗുണമായ കൂലി നൽകാതെ सरासर जुल्म है. കൌൺസിലിനോട് ബാക്കി വാങ്ങുക എന്നതു പറയുന്നതും പൊതുഖജനാവിന് നഷ്ടം വരുത്തുന്നതിന് തുല്യമാണ്. ഇവിധ കാര്യങ്ങളെല്ലാം തന്നെ അക്രമമാണ്, കരാറ് ലംഘനമാണ്. ഒരു നാടിന്റെ പൗരത്വം വാങ്ങുമ്പോൾ ഒരാൾ ചെയ്യുന്ന പ്രതിജ്ഞാലംഘനമാണിത്. ഇത് ബയ്യത്തിന്റെ പ്രതിജ്ഞയെയും ലംഘിക്കലാണ്. അതിൽ പറയുന്നത്, ഞാൻ എപ്പോഴും സത്യത്തിൽ അധിഷ്ഠിതമായി നിലനിൽക്കുമെന്നാണ്. ചുരുക്കത്തിൽ ഗവൺമെന്റിനോട് ചെയ്ത കരാറിനെയും അള്ളാഹുവിനോട് ചെയ്ത പ്രതിജ്ഞയെയും ലംഘിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവർ കുറ്റക്കാരായിത്തീരുന്നു. അതിന് ഒരു അഹമ്മദിക്ക് തന്റെ ഓരോ കാര്യത്തിലും പരിശോധന നടത്തേണ്ടത് दो घरों അനിവാര്യമാണ്. सुकून बर्बाद करने का പ്രതിജ്ഞ നിറവേറ്റാത്തത് കാരണം ഉണ്ടാകുന്ന മറ്റൊരു പ്രശ്നം കൂടി ഞാൻ പറയാം. അത് ഒരു വീട്ടിൽ നിന്നും പുറപ്പെട്ട് രണ്ട് വീടുകളിലേക്കും കുടുംബത്തിലേക്കും സമൂഹത്തിലേക്കും और अपने अहद को तोड़ना है.
इन रिश्तों में പരന്ന് അസ്വസ്ഥതയ്ക്ക് കാരണമായിത്തീരുന്നു. ഖുലാ തലാഖ് സമയങ്ങളിൽ അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് പ്രവർത്തിക്കാത്തതാണത്. അതിനെക്കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടെ പ്രതിജ്ഞാലംഘനം നടക്കുന്നു. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നേരത്തെ പറഞ്ഞതുപോലെ നീതിയോടും बीवी के ताल्लुक में इख्तिलाफ होने पर കാര്യങ്ങൾ നേരെ ചൊവ്വ പറയുന്നതിലൂടെയും जो हमें नसीहत फरमाई है, പരിഹാരത്തിന് ശ്രമിച്ചാൽ പരിഹരിക്കപ്പെടുന്നതാണ്. പ്രശ്നങ്ങൾ ഉണ്ടാവുകയേയില്ല. अल्लाह ताला फरमाता ഇനി പ്രശ്നങ്ങൾ ഉണ്ടായാൽ തന്നെ है वइन अरदतुम इस्तिब्दाल ഭാര്യാഭർത്തൃ ബന്ധത്തിൽ അകൽച്ചയുണ്ടാകുമ്പോൾ അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന ഉപദേശം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ഭർത്താക്കന്മാർ ഈ കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. അള്ളാഹു പറയുന്നു, വൈൻ അറത്തും ഇസ്തിബ്ദാല സൗജിൻ മക്കാന സൗജിൻ വാതൈതും ഇഹ്ദാഉന്ന ഖിൻതാറൻ ഫലാ തഖുസൂ മിൻഹു ഷൈആ वक़द अफवा അതഖുസൂനഹു वअखज़ना ബുഹ്താനൻ വഇസ്മൻ മുബീന और अगर तुम വകൈഫ തഖുസൂനഹു വഖദ് അഫ്ളാ ബഅലുക്കും ഇലാ ബഅലിൻ വഅഖദ്നാ മിൻകും മീസാകൻ ഖലീലാ. നിങ്ങൾ ഒരു ഭാര്യയുടെ സ്ഥാനത്ത് മറ്റൊരു ഭാര്യയെ പകരം സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്ന പക്ഷം അവരിൽ ഒരുവൾക്ക് നിങ്ങൾ ഒരു കൂമ്പാരന്തരം തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിലും അതിൽ നിന്ന് യാതൊന്നും തന്നെ നിങ്ങൾ തിരിച്ചു വാങ്ങരുത്. फाका पुख्ता है കള്ളാരോപണം ചുമത്തിക്കൊണ്ടും പ്രത്യക്ഷമായ അധർമ്മം ചെയ്തുകൊണ്ടും നിങ്ങൾ അത് മേടിക്കുകയാണോ? നിങ്ങൾ പരസ്പരം ഒട്ടിച്ചേർന്ന് ജീവിക്കുകയും അവർ നിങ്ങളിൽ നിന്ന് ഉറച്ച കരാർ വാങ്ങുകയും ചെയ്ത സ്ഥിതിക്ക് നിങ്ങൾ അതെങ്ങനെ തിരിച്ചു വാങ്ങും? നമ്മുടെ ഇടയിൽ നടക്കുന്ന ഖുലാ തലാഖ് പ്രശ്നങ്ങളിൽ ഈ കൽപ്പനയനുസരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ ദീർഘകാലമായി ഖസായിൽ നടന്നുവരുന്ന കേസുകൾ ഉണ്ടാകുമായിരുന്നില്ല. ചിലർ തലാഖ് നൽകി കള്ള ആരോപണങ്ങളും ഉന്നയിക്കുന്നു. ഇത് വ്യക്തമായ പാപമാണ്. വല്ല യാഥാർത്ഥ്യവും ഉണ്ടെങ്കിൽ തന്നെ അള്ളാഹുവിലേക്ക് കാര്യങ്ങൾ വിടുകയാണ് വേണ്ടത്. സാക്ഷ്യം कि शादी एक मुआहदा है, നൽകുന്നതിന് വിവിധ നിബന്ധനകളുണ്ട്. खामन बीवी മറ്റൊരു സുപ്രധാന കാര്യം വിവാഹം എന്നത് ഒരു ഉടമ്പടിയാണ്. സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ഒരു ഉടമ്പടി. अल्लाह ताला फरमाता है कि ये अलहदगी में जो अहद व पैमान है ഭാര്യയും ഭർത്താവും തമ്മിൽ ചില ഉടമ്പടികളും ഉണ്ടാകും. वह नहीं होते, लेकिन इस अहद को पूरा करना भी जरूरी है. അതിൽ ബാഹ്യമായി ഒരു തെളിവും ഉണ്ടാവുകയില്ല. बस अगर किसी എന്നാൽ തന്നെയും ആ ഉടമ്പടികളും പൂർത്തിയാക്കണമെന്ന് അള്ളാഹു പറയുന്നു. को खत्म भी कर रहे അള്ളാഹു എല്ലാ സ്ഥലത്തുമുണ്ട്. भी उन बातों को पास करो जो तुम्हारे अलहदगी में बातें हो चुकी हैं. എന്തെങ്കിലും കാരണത്താൽ ഈ ബന്ധം ഉപേക്ഷിക്കുകയാണെങ്കിൽ തന്നെയും നിങ്ങൾ രഹസ്യമായി പറഞ്ഞ കാര്യങ്ങൾ പുറത്തു പറയാൻ പാടില്ല. बाज खुली गलत നിങ്ങൾ നൽകിയിരിക്കുന്ന വസ്തുക്കളെക്കുറിച്ച് ചോദിക്കാൻ പാടില്ല. मर्द को हर सूरत में मुकर्ररा हक मेहर अदा करना चाहिए. ചില സന്ദർഭങ്ങളിൽ പെൺകുട്ടിയുടെ ഭാഗത്ത് നിന്ന് വ്യക്തമായി അന്യായം ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് കാസിക്ക് വ്യക്തമായാലൊഴികെ പുരുഷൻ സ്ത്രീക്ക് इसकी और भी तफसील ഏതവസ്ഥയിലും മഹർ നൽകുക തന്നെ വേണം. ഖുല്ല ആയതുകൊണ്ട് മഹർ നൽകേണ്ട എന്ന ഒഴികഴിവൊന്നും പാടില്ല. उसको निभाने ഇതിൽ ഹക്ക് മെഹറുമായി ബന്ധമില്ല. ഇതിന്റെ മറ്റു വശങ്ങളുണ്ട്. എന്നാൽ ഞാൻ ഇപ്പോൾ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് ഒരു കാര്യത്തിലേക്ക് മാത്രമാണ്. പുരുഷനും സ്ത്രീയും മനസ്സിലാക്കേണ്ടത് വിവാഹം ഒരു ഉടമ്പടിയാണ് എന്നതാണ്. ആ ഉടമ്പടി പാലിക്കാൻ കഴിവിന്റെ പരമാവധി പരിശ്രമിക്കേണ്ടതാണ്. ഇനി വല്ല കാരണവശാലും ഈ ഉടമ്പടി അവസാനിപ്പിക്കുകയാണെങ്കിൽ തന്നെ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്, രഹസ്യങ്ങൾ സൂക്ഷിക്കേണ്ടതാണ്. ഇവിടെ അള്ളാഹു സ്ത്രീക്ക് തുല്യ അവകാശം നൽകിയിട്ടുണ്ടെങ്കിൽ इस अहद को पूरा करने के लिए സ്ത്രീകളുടെ കാര്യങ്ങൾ ശരിയായ രീതിയിൽ അവതരിപ്പിച്ചുകൊണ്ട് നീതിയോടുകൂടി ഈ പ്രതിജ്ഞ നിറവേറ്റാനായി തന്റെ വീട്ടിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. फरमाते हैं उस मयार के मुतालिक जो एक मोमिन का होना चाहिए. വല്ല കാര്യവും വന്നാൽ തന്നെ അന്യായമായി പുരുഷന്മാരുടെ പേരിൽ വ്യാജാരോപണങ്ങളോ അവരുടെ കുറ്റങ്ങളോ പറയരുത്. ഒരു വിശ്വാസിക്ക് ഉണ്ടായിത്തീരേണ്ട ഉന്നത പദവിയെക്കുറിച്ച് ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു. തങ്ങളുടെ പ്രശ്നങ്ങളിൽ അവ അള്ളാഹുമായി ബന്ധപ്പെട്ടതാണെങ്കിലും സൃഷ്ടികളുമായി ബന്ധപ്പെട്ടതാണെങ്കിലും അനിയന്ത്രിതവും അപമര്യാദയോടും കൂടി പെരുമാറാതെ അള്ളാഹുവിന് മുമ്പിൽ വല്ല ആക്ഷേപത്തിനും പാത്രമാകുമോ എന്ന് ഭയന്നുകൊണ്ട് തന്റെ അമാനത്തുകളുടെയും കരാറുകളുടെയും അതിസൂക്ഷ്മമായ വശങ്ങൾ കൂടി ता ऐसा न हो कि दर पर പരിഗണിക്കുകയും തന്റെ
അമാനത്തുകളെക്കുറിച്ചും ഉടമ്പടികളെക്കുറിച്ചും എപ്പോഴും ആത്മപരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയും തഖ്വയുടെ സൂക്ഷ്മ ദർശിനിയിലൂടെ അതിന്റെ ആന്തരിക വശങ്ങളെക്കുറിച്ച് നോക്കുകയും അറിയാതെ അവരുടെ അമാനത്തുകളിലും കരാറുകളിലും വല്ല കോട്ടവും സംഭവിക്കുമോ എന്ന് നോക്കുകയും അള്ളാഹുവിന്റെ बहुत एहतियात से അവരുടെ പക്കലുള്ള അമാനത്തുകളെ സർവശക്തിയും സർവ और जो अहद അവയവങ്ങളും करने के वक्त खुदा ജീവനും സ്വത്തും അഭിമാനവും തുടങ്ങിയവ തഖ്വയുടെ അടിസ്ഥാനത്തിൽ അതാത് സ്ഥലങ്ങളിൽ ഉചിതമായ നിലയിൽ അവർ ഉപയോഗിക്കുന്നു. मानते हैं मखलूक की उनके पास വിശ്വസിക്കുന്ന സമയത്ത് അള്ളാഹുവിനോട് ചെയ്തിരിക്കുന്ന के हुक्म में हों പ്രതിജ്ഞയെ കഴിവിന്റെ പരമാവധി സത്യസന്ധമായ രീതിയിൽ നിറവേറ്റാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഇതേപോലെ സൃഷ്ടികളുമായി ബന്ധപ്പെട്ട അമാനത്തുകൾ അവരുടെ പക്കലുള്ളതിനെ അല്ലെങ്കിൽ അമാനത്തിന്റെ ഗണത്തിൽ പെട്ടവയെയും കഴിവിന്റെ പരമാവധി തഖ്വയുടെ അടിസ്ഥാനത്തിൽ നിറവേറ്റാൻ ശ്രമിക്കുന്നു. വല്ല പ്രശ്നവും വന്നാൽ തഖ്വയെ മുൻനിർത്തിക്കൊണ്ട് തീരുമാനമെടുക്കുന്നു. ഈ തീരുമാനത്തിൽ അവർക്ക് നഷ്ടം സംഭവിച്ചാലും ശരി, എല്ലാ പ്രവർത്തനത്തിലും തഖ്വയുടെ സൂക്ഷ്മ വശങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. പറയുന്നു, മനുഷ്യന്റെ ആത്മീയമായ സൗന്ദര്യങ്ങൾ യഥാർത്ഥത്തിൽ തഖ്വയുടെ അതിസൂക്ഷ്മമായ വശങ്ങളിലൂടെ ചലിക്കുന്നതിലൂടെയാണ് പ്രകടമാകുന്നത്. തഖ്വയുടെ അതിസൂക്ഷ്മമായ വശങ്ങൾ ആത്മീയ സൗന്ദര്യത്തിന്റെ പ്രതിബിംബവും അതിന്റെ രൂപലാവണ്യവുമാണ്. അള്ളാഹുവിന്റെ കരാറുകളെയും പ്രതിജ്ഞകളെയും കഴിവിന്റെ പരമാവധി നിറവേറ്റുക എന്നത് അടിമുതൽ മുടിവരെയുള്ള ശക്തികളും അവയവങ്ങളും ബാഹ്യമായ തലത്തിൽ നോക്കുമ്പോൾ കണ്ണ്, ചെവി, കൈ, കാല്, മറ്റവയവങ്ങൾ, ആന്തരികമായ ഹൃദയം, മറ്റു കഴിവുകളും ശക്തികളും ധാർമ്മിക ഗുണങ്ങളും ഇവയെല്ലാം കഴിവിന്റെ പരമാവധി ആവശ്യമായ സ്ഥലങ്ങളിൽ ശരിക്കും ഉപയോഗിക്കുകയും അനുചിതമായ സ്ഥലങ്ങളിൽ നിന്നും തടയുകയും അതിന്റെ രഹസ്യമായ ആക്രമണത്തെ തൊട്ട് ജാഗരൂകരായിരിക്കുകയും അതോടൊപ്പം തന്നെ സൃഷ്ടികളോടുള്ള കടമയും നിറവേറ്റുക എന്നിവയെല്ലാമാണ് മനുഷ്യന്റെ ആത്മീയ സൗന്ദര്യവും ബന്ധപ്പെട്ട് നിൽക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു തഖ്വയെ വസ്ത്രത്തോടാണ് ഉപമിച്ചത്. ലിബാസ് തഖ്വ എന്നത് വിശുദ്ധ ഖുർആന്റെ പ്രയോഗമാണ്. ഇത് സൂചിപ്പിക്കുന്നത് ആത്മീയ സൗന്ദര്യവും ആത്മീയ ഭംഗിയും തഖ്വ മുഖേനയാണ് ഉണ്ടാവുക. തഖ്വ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ അള്ളാഹുവിന്റെ എല്ലാ അമാനത്തുകളും വിശ്വാസ പ്രതിജ്ഞകളും അതേപോലെ സൃഷ്ടികളുടെ എല്ലാ അമാനത്തുകളും കരാറുകളും കഴിവിന്റെ പരമാവധി പരിഗണിക്കുക എന്നുള്ളതാണ്. അതായത് അതിന്റെ അതിസൂക്ഷ്മമായ വശങ്ങൾ വരെ കഴിവിന്റെ പരമാവധി പ്രവർത്തിക്കുക. തഖ്വയിൽ ചരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് പ്രവർത്തിക്കുന്നവരും നമ്മുടെ കരാറുകളും പ്രതിജ്ഞകളും നിറവേറ്റുന്നവരുമായി അള്ളാഹു നമ്മെ മാറ്റട്ടെ. അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കുന്നതിനായി ഈ റമദാനിൽ നാം ചെയ്തിരിക്കുന്ന പ്രയത്നങ്ങൾ സ്ഥിരത കാണിക്കുന്നവരായി നാം മാറട്ടെ. ഇന്നത്തെ ജുമാ വിടവാങ്ങൽ ജുമയായി മനസ്സിലാക്കി റമദാനിൽ ചെയ്ത നന്മകൾ റമദാനിൽ മാത്രമായാൽ മതിയെന്ന് കരുതി ഉപേക്ഷിച്ചു കളയരുത്. അള്ളാഹു പറഞ്ഞതുപോലെ സ്ഥിരചിത്തരായിക്കൊണ്ട് നന്മകളെ ചെയ്യുന്നവരാണ് വിശ്വാസികൾ, പ്രതിജ്ഞകളെ പരിപാലിക്കുന്നവരാണ് മുഅ്മിനീങ്ങൾ. ഈ റമദാൻ അതിരറ്റ അനുഗ്രഹത്തിന്റെ അവകാശികളാക്കി നമ്മെ മാറ്റട്ടെ. വിശുദ്ധ ഖുർആനിൽ നൽകിയിരിക്കുന്ന കൽപ്പനകളെക്കുറിച്ച് മുമ്പത്തേക്കാളുപരി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമാറാകട്ടെ. ചില കൽപ്പനകളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഈ കൽപ്പനകൾ ഏതെല്ലാമാണെന്ന് നാം ഓരോരുത്തരും അന്വേഷിക്കേണ്ടതാണ്. റമദാൻ ഫലപ്രദമായി വിനിയോഗിച്ചവരുടെ ഗണത്തിൽ അപ്പോൾ മാത്രമേ നാം ഉൾപ്പെടുകയുള്ളൂ. നമ്മിലുള്ള ഭൂരിഭാഗത്തെയും ഇതിൽ നിന്നും ഗുണമെടുത്തവരും ഗുണമെടുക്കുന്നവരുമാക്കി അള്ളാഹു മാറ്റട്ടെ. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله
عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر